NV ചേക്കുട്ടി ചേരുന്നുണ്ട്. സാർ, ഈ BJPയുടെ മുഖമായി ഇനി രാജീവ് ചന്ദ്രശേഖർ വരികയാണ്. നമുക്ക് അറിയാം, നേരത്തെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒരു ഘട്ടത്തിൽ ജയിച്ചേക്കാം എന്ന് തന്നെ നമ്മൾ കരുതിയിരുന്ന ഒരാളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ പാടവം അത് തീർച്ചയായും നമുക്കറിയുന്നതാണ്. പക്ഷെ സംഘപരിവാർ പശ്ചാത്തലം ഒന്നുമില്ലാത്ത, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ BJP നയിക്കുമ്പോൾ BJPയെ നമ്മൾക്കിനി വളരെ പ്രതീക്ഷയോടെ കാണേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ്. രണ്ട് കാരണം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ ചുമതല BJPക്ക് പ്രയോജനം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ കാര്യം, കേരളത്തിലുള്ള അവരുടെ പ്രധാനപ്പെട്ട പരമ്പരാഗത നേതാക്കൾ അവര് നിരവധി വർഷങ്ങളായിട്ട് പരസ്പരം ഗ്രൂപ്പ് കളി നടത്തിക്കൊണ്ട് പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള വളർച്ചയെ തടയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കേരളത്തിൽ കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് നമ്മൾ BJP രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. BJP രാഷ്ട്രീയമായിട്ട് വളർന്നിട്ടുണ്ട്. ഏതാണ്ട് 15%, 20% വരെ വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിയമസഭയിൽ ഒരു സീറ്റ് പോലും അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ഈ ഗ്രൂപ്പ് കളിയും പരസ്പരമുള്ള പാരവെപ്പും അതുപോലെയുള്ള സംഗതികളുമാണ്. അത് പാർട്ടി അണികൾക്കിടയിൽ, പാർട്ടിയിലെ ഏറ്റവും സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള അവർക്ക് ഏറ്റവും വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യം ഈ നേതൃത്വത്തിലുള്ള ഈ വടംവലികളാണ്. രാഷ്ട്രീയമായിട്ടുള്ള വളർച്ചയെ തടയുന്ന ഒരു അന്തരീക്ഷം ഇവരുണ്ടാക്കുന്നു എന്നുള്ള ഒരു പൊതുവിലുള്ള ധാരണയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖരൻ ഒരു പാരമ്പര്യത്തിൽ നിന്നല്ല വരുന്നത്. അദ്ദേഹം കുറെ കൂടി ഒരു ദേശീയ രാഷ്ട്രീയത്തില് വികസനത്തിന്റെ ഒരു മുദ്രയായിട്ട് വന്നിട്ടുള്ളതാണ്. പൊതുവിൽ ആധുനിക സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, നമ്മുടെ സാമൂഹിക സാമ്പത്തിക വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെയൊക്കെ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസിന് സാധ്യതയുള്ള ഒരു നേതാവാണ്. അപ്പൊ അത് കേരളത്തിലെ, പ്രത്യേകിച്ച് അന്നത്തെ കേരളത്തില് ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സൊസൈറ്റിയാണ് കേരളം. അപ്പൊ അതുകൊണ്ട് അവിടെ അമിതമായിട്ട് വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യത്യസ്തമായ നിലപാടുണ്ട്. അപ്പൊ അതിൽ വർഗീയതയ്ക്ക് പകരം വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു സമീപനം അദ്ദേഹം എടുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കരിയറും അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷണൽ കരിയറും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പശ്ചാത്തലവും ഒക്കെ നോക്കിയാൽ അത്തരത്തിലുള്ള ഒരു പുതിയ ചേഞ്ചിന് കാരണമായിട്ട് അദ്ദേഹം വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 5% മുതൽ 10% വരെ അഡീഷണൽ വോട്ടേഴ്സിനെ ഒരു പക്ഷേ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നെന്ന നിലയിൽ മുമ്പോട്ട് വരാനുള്ള ഒരു സാധ്യത പാർട്ടിക്ക് മുമ്പിൽ തുറക്കും എന്ന് ഞാൻ കരുതുന്നത്. വ്യക്തമായൊരു സ്ട്രാറ്റജി എപ്പോഴും BJP പാലിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ കാണുന്നൊരു, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയ ചിന്തകൾക്കും ഒക്കെ അപ്പുറത്തേക്കാണ് BJP ചിന്തിക്കുന്നതെന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ദേശീയ തലത്തിലാണെങ്കിലും BJPയുടെ ഒരു തീരുമാനം അത് പലപ്പോഴും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കാം. നമ്മൾ പരമ്പരാഗതമായി ചിന്തിക്കുന്ന തരത്തിലേ ആകില്ല BJP. ഇപ്പോൾ തന്നെ ഈ ഒരുപാട് ആളുകളുടെ പേരുകൾ ഇവിടെ കേരളത്തിന്റെ എന്താ പറയുക, കേരളത്തിൽ അത്രയും ആഴ്ന്നിറങ്ങിയ നേതാക്കളുള്ള ഒരു സ്ഥലമാണ് BJPക്ക്. പക്ഷേ അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ അങ്ങനെ ഒരു മുഖമായി, കേരളത്തിന്റെ ഒരു മുഖമായി കൊണ്ടുവരുമ്പോൾ അത്രയേറെ പ്ലാനിംഗ് ഉണ്ട് പാർട്ടിക്ക് എന്ന് നമുക്ക് കരുതണം. അല്ല, അത് തന്നെയാണ് കാരണം. കേരളത്തിൽ ഇപ്പം ഇവരുടെ കഴിഞ്ഞ തവണ പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ നോക്കുക, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പെർഫോമൻസിന്റെ സ്ഥിതി എന്താണ്? അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ സ്വാധീനം ഉണ്ടാവും, പക്ഷെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒരു തവണ 2 സ്ഥലത്ത് ഒരേ സമയത്ത് മത്സരിച്ചു. ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പര്യടനം നടത്തിക്കൊണ്ടാണ് മത്സരിച്ചത്. 2 സ്ഥലത്തും തോറ്റു. അപ്പൊ ആ തരത്തിൽ ജനങ്ങൾക്കിടയില് ജനങ്ങളുമായിട്ട് രാഷ്ട്രീയമായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കേരളത്തിലെ ലീഡർഷിപ്പിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലുള്ളപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നു വിചാരിക്കാം. ശോഭാ സുരേന്ദ്രൻ വളരെ കഴിവുള്ള നേതാവാണ്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കെതിരായിട്ടുള്ള ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി അവർ തകർക്കാൻ നോക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഈ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളെ വെച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഒരാൾ മുമ്പോട്ട് വരുമ്പോൾ അയാളെ പിന്നൊന്ന് കുത്തുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് വ്യത്യസ്തമായ പശ്ചാത്തലമുള്ള ഒരാളെ കൊണ്ടുവരികയും
ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരത്തിന് ശ്രമിക്കുകയും പുതിയ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള അസംതൃപ്തരായിട്ടുള്ള നിരവധി വ്യത്യാസപ്പെട്ട ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയാണ് BJPയുടെ ലീഡർഷിപ്പ്, സെൻട്രൽ ലീഡർഷിപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് സക്സസ്ഫുൾ ആയിട്ടുള്ള, അത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അത് വിജയിക്കുമെന്നില്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് തോന്നുന്നത് അത് വളരെ വിജയത്തിന് സാധ്യതയുള്ള ഒരു 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 തെരഞ്ഞെടുപ്പാണ്. കാരണം ശശി തരൂരിനെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര ഇമേജ് ഉള്ള ആളെ, അതേ തരത്തിലുള്ള ഇമേജുള്ള ഒരാളെ കൊണ്ട് ഏതാണ്ട് വിജയത്തിന്റെ വക്കത്ത് വരെ എത്തിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആദ്യ തവണ MP ആയിരുന്ന ശശി തരൂരിനെ ഓൾമോസ്റ്റ് തോൽപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുകയുണ്ടായി. അപ്പൊ ആ നിലക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ, വളരെയേറെ സാധ്യതകൾ പാർട്ടിക്ക് നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പണ്ട് BJP എന്നൊരു തീവ്ര ഹിന്ദുത്വ നിലപാടിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അത്രയും നല്ല തീവ്രമായ രീതിയിൽ ഹിന്ദുത്വത്തെ ആഘോഷിക്കപ്പെടുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷെ ആ നിലപാടുകളിൽ നിന്നൊക്കെ ഒരു അയവ് വരുത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പരമ്പരാഗത നേതാക്കൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇത്തരത്തിലൊരു ആളെ, ഇത്രയും ലിബറലായുള്ള, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവാക്കൾക്കിടയിൽ പോലും വലിയ ഈ പറഞ്ഞ സ്വീകാര്യതയുള്ള ഒരു രാജീവ് ചന്ദ്രശേഖരനെ പോലെ ആളെ കൊണ്ടുവരുമ്പോൾ ഈ ന്യൂനപക്ഷ പ്രീണനം അത് പലപ്പോഴും BJPക്ക് മുൻകാലങ്ങളിൽ ക്രിസ്മസ് കാലത്തൊക്കെ ഈ സഭകളിലൊക്കെ നേതാക്കൾ പോകുന്നതിനൊക്കെ വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നേരിട്ടൊരു പാർട്ടിയാണ്. രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാൾ വരുമ്പോൾ ഈ തീവ്ര ഹിന്ദുത്വ നിലപാട് മയപ്പെടുകയും ഈ ന്യൂനപക്ഷ പ്രീണനം കൂടുതൽ കാര്യപ്രാപ്തിയോടെ അല്ലെങ്കിൽ കാര്യക്ഷമതയോട് ചെയ്യാനും പാർട്ടിക്ക് കഴിയുമ്പോൾ അത് കൂടുതൽ കേരളത്തിൽ ഗുണകരമാകില്ലേ? അതെ, ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെ ഒരു പ്രശ്നം നോർത്ത് ഇന്ത്യയില് ഒരു 80-85% ഹിന്ദുക്കളുള്ള ഒരു പ്രദേശത്ത് തീവ്ര ഹിന്ദുത്വം ഒരുപക്ഷെ പ്രയോജനകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയായിരിക്കും. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സില് മുസ്ലിങ്ങളുടെ ഒരു മുസ്ലിം ഭരണാധികാരികളുടെ പല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചരിത്രപരമായ അനുഭവങ്ങളുണ്ട്. അതൊക്കെ തന്നെ നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം വിരോധത്തിന്റെ രാഷ്ട്രീയം ഒരു വലിയ പരിധിവരെ ഇന്നും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കും. കാരണം അത്തരത്തിലുള്ള അനുഭവങ്ങൾ, മധ്യകാലം മുതലുള്ള അനുഭവങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ, ചരിത്രപരമായ ഓർമ്മകൾ, അത് വസ്തുതാപരമാണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് നോർത്ത് ഇന്ത്യ. പക്ഷെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഏതാണ്ട് 3 സമുദായങ്ങളും ശക്തമായിട്ട് ഒരേ തരത്തിൽ തുല്യ നിലയിൽ നിൽക്കുന്നവരാണ്. അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും രണ്ടു കൂട്ടരും കൂടി ചേരുന്ന സമയത്ത് കേരളത്തിലെ ഒരു 50% ആളുകൾ വരും. മൂന്നാമത്തെ കാര്യം, ഈ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ കേരളത്തിന്റെ വളർച്ചയിൽ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു 50% അടുത്ത് ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാവുമെങ്കിൽ പോലും ആ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ ജാതീയപരമായിട്ടുള്ള സാമുദായികമായ ഭിന്നതകൾ കാരണം ഒരിക്കലും ആ കമ്മ്യൂണിറ്റിക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരു നോർത്ത് ഇന്ത്യയിൽ പ്രയോഗിക്കുന്ന തരത്തിലുള്ള വർഗീയതയുടെ ഒരു തീവ്ര ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയം കേരളത്തിൽ വളരെ പരിമിതമായ ഒരു ഗ്രൂപ്പിനെ മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ വിജയിക്കാൻ കഴിയില്ല. മാത്രമല്ല, ആ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള, സമാധാനം കാക്ഷിക്കുന്ന, മറ്റ് സമുദായങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന പലതരത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം അത്തരം രാഷ്ട്രീയത്തിനോട് അവർക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അവരുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളെ പോലും അത് ആപത്തിലാക്കും എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വികസനത്തിലൂന്നിയ കുറെ കൂടി ദേശീയ രാഷ്ട്രീയത്തിന്റെ, ദേശീയ ഒരു സമവായത്തിന്റെ അന്തരീക്ഷത്തിലുള്ള ഒരു പുതിയ രാഷ്ട്രീയം പയറ്റാൻ അവർ ശ്രമിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം കേന്ദ്ര സർക്കാരുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ BJP സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. BJP വളരുകയാണ്. 87 മുതൽ ആ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരൊരു 20% വരെ വോട്ട് നേടുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുമുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ CPMന്റെ നയരേഖ പുറത്തിറക്കിയിരുന്നു. അതിൽ വളരെ വ്യക്തമാണ്, വികസനം ഊന്നി തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. മുൻപ് തള്ളിപ്പറഞ്ഞിരുന്ന, സമരം ചെയ്തിരുന്ന കാര്യങ്ങളിലെല്ലാം CPM ഇപ്പോൾ മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. മാത്രമല്ല, കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ പണ്ടെപ്പോഴും CPM അല്ലെങ്കിൽ UDF അങ്ങനെയായിരുന്നു. LDF UDF എന്നതിൽ മാറി അതിലേക്ക് BJPയും കൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യം. BJP ഒരു പൊതുശത്രുവായി കണക്കാക്കിയാൽ പോലും BJP ശക്തനാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യം. നിലവിലെ കേരളത്തിന്റെ അന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷവും രാഷ്ട്രീയ അന്തരീക്ഷവും BJPക്ക് വളരെ അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാണ് BJP.
അല്ല, എനിക്ക് തോന്നുന്നത് അത് കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷന്റെ ഒരു വളർച്ചയ്ക്ക് ശേഷം 90-കൾക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഗ്ലോബലൈസേഷന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു വലിയ മിഡിൽ ക്ലാസ്സിനെ എത്തിയിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മിഡിൽ ക്ലാസിന്റെ വളർച്ച വളരെ വളരെ സജീവമാണ്. അതിലൊരു വലിയ പങ്ക് ആളുകൾ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും പല ഇന്ത്യക്ക് പുറത്തുമൊക്കെ തന്നെ ജോലി ചെയ്തുകൊണ്ടാണ് അവരുടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായിട്ടുള്ള ഈ സംഘർഷങ്ങളെക്കാൾ സാമ്പത്തികമായ നേട്ടങ്ങളിലാണ് കേരളത്തിലെ ഒരു വലിയ ശതമാനം ആളുകൾ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ ഇന്ന് ഊന്നൽ നൽകുന്നത്. അവരിൽ പലരും കേരളത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ഇടപാടുകൾ മുഴുവൻ കേരളത്തിന് പുറത്താണ്. ആ ഒരു സാഹചര്യത്തിൽ വളരെ പരിമിതമായ മാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന വർഗീയത രാഷ്ട്രീയം കൊണ്ട് പ്രയോജനം ചെയ്യില്ല. കാരണം അവർ ആ തരത്തിലുള്ള അന്തരീക്ഷത്തിലല്ല കേരളത്തിൽ ഇന്നത്തെ ആളുകൾ ജീവിക്കുന്നത്. നിങ്ങൾ മുസ്ലിം വിരോധം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ വോട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. ക്രിസ്ത്യൻ വിരോധം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ ഒന്നുകിൽ മുസ്ലിം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളിലാണ് തങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആ തരത്തിലുള്ള ഒരു വർഗീയതയുടെ രാഷ്ട്രീയം കൊണ്ട് കേരളത്തിൽ ഇന്ന് വിജയിക്കാൻ കഴിയില്ല. വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് സാധ്യതയുണ്ട്. അതാണ് PPMന്റെ നിലപാട് മാറ്റത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം. BJPയും ആ ഒരു സാധ്യതകൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ IT രംഗത്ത് വളരെ പ്രധാനപ്പെട്ട സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. മാത്രമല്ല പൊതുവിൽ വർഗീയ രാഷ്ട്രീയം അദ്ദേഹം അങ്ങനെ മുന്നോട്ട് വയ്ക്കാറുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു മുഖമായിട്ട് വരും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ നിന്ന് കൂടുതൽ ആളുകളെ ആകർഷിക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാലും ശരി, മറ്റ് സമുദായങ്ങളിൽ നിന്നാലും ശരി, പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാലും ശരി, അത്തരത്തിലുള്ള ആളുകളെ സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന വിഭാഗങ്ങളെ കൂടുതലായിട്ട് പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള വെല്ലുവിളി. അതാണ് അദ്ദേഹത്തിന് നൽകുന്നത് ഒരു സാധ്യതയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.